നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 8 തവണ ടച്ചിംഗ് വാങ്ങി 9ാം തവണ നൽകിയില്ല. പുതുക്കാട് ബാറിൽ ടച്ചിംഗ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ബസിന്റെ ചക്രം കാലിൽ കയറിയിറങ്ങി വയോധികയ്ക്ക് പരിക്കേറ്റു. മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കടലാശ്ശേരി പാലക്കടവ് പാലത്തിന് സമീപത്താണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാട്ടൂരിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. തൃശൂർ ചേലക്കരയിൽ ഇരട്ട സഹോദരന്മാരായ പോലീസുകാർ തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ ചേലക്കര പോലീസ് കേസെടുത്തു. നെല്ലായി പൊങ്കോത്രയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിശദമായ വാർത്തയിലേക്ക്. 8 തവണ ടച്ചിംഗ് വാങ്ങി 9ാം തവണ നൽകിയില്ല. പുതുക്കാട് ബാറിൽ ടച്ചിംഗ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. ഞായറാഴ്ച രാത്രി 11:40 സംഭവം. എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അളഗപ്പനഗർ സ്വദേശി സിജോയെ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസ് പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് മേഫെയർ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിംഗ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ടച്ചിംഗ്സ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ഇതേ ചായക്കടയിൽ അരമണിക്കൂർ മുൻപ് ചായ കുടിച്ച് യുവാവ് സമീപത്തെ ഇടവഴിയിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അത് കഴിഞ്ഞ് അവിടെ ഷോപ്പിൽ പോയി പിന്നെ വണ്ടി എടുക്കാൻ വന്നു. ഇവിടെ വണ്ടി എടുത്ത് പോയപ്പോൾ ഒക്കെ വെല്ലുവിളിച്ചാണ്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് പണിമുടക്ക്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്താൻ ആകാത്തതിനെ തുടർന്നാണ് സമരം. ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറി. എന്നാൽ മറ്റ് സംഘടനകൾ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കൂട്ടുന്ന കാര്യത്തിൽ ഗതാഗത സെക്രട്ടറി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും പെർമിറ്റ് പുതുക്കുന്നതിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുമാണ് ചർച്ചയിൽ ഗതാഗത മന്ത്രി പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 8-ന് സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരം നടത്തിയിരുന്നു. പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനമെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കിയിരുന്നു. ബസിന്റെ ചക്രം കാലിൽ കയറിയിറങ്ങി വയോധികയ്ക്ക് പരിക്കേറ്റു. ഒറ്റപ്പിലാവ് വൈപ്പിൻ വീട്ടിൽ പരേതനായ സുധാകരന്റെ ഭാര്യ 61 വയസ്സുള്ള നിർമ്മലയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ബസിൽ നിന്നിറങ്ങി അതേ ബസിന്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ നിർമ്മലയെ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. നിലത്തു വീണ ഇവരുടെ കാലിൽ ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. കാലിന് സാരമായി പരിക്കേറ്റ നിർമ്മല തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി.
കടലാശ്ശേരി പാലക്കടവ് പാലത്തിന് സമീപത്താണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പുഴയിൽ മൃതദേഹം കണ്ടത്. എറവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം ചൂണ്ടയിട്ടിരുന്നവരാണ് പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന മൃതദേഹം കണ്ടത്. പിന്നീട് പാലത്തിന് സമീപം തടഞ്ഞു നിന്ന മൃതദേഹം നാട്ടുകാരും പോലീസും ചേർന്ന് പുറത്തെടുത്തു. ഏകദേശം 55 വയസ്സ് തോന്നിക്കുന്ന ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചുവന്ന ഷർട്ടും വെള്ള മുണ്ടുമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാട്ടൂരിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കാട്ടൂർ SNDP അമയ കുമാരേശ്വര ക്ഷേത്രത്തിൽ ഊട്ടിനെത്തിയ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ആനയുടെ മുൻകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നില്ല. 1/2 കിലോമീറ്ററോളം ഓടിയ ആനയെ പിന്നീട് പാപ്പാന്മാർ തന്നെ തളയ്ക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. ആന ഓടിയത് മൂലം പ്രദേശത്തെ മതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൃശൂർ ചേലക്കരയിൽ ഇരട്ട സഹോദരന്മാരായ പോലീസുകാർ തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ ചേലക്കര പോലീസ് കേസെടുത്തു. ഇരുവരെയും അന്വേഷണ വിധേയമായി സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SI ദിലീപ് കുമാറും പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI പ്രദീപ് കുമാറും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇരുവരുടെയും ചോലക്കോടുള്ള വീടുകൾക്ക് മുന്നിലെ വഴിയിൽ ചപ്പുചവറുകൾ ഇട്ടതുമായുള്ള വാക്കുതർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. ഞായറാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ഇരുവരും ചികിത്സ തേടി. അതിർത്തി തർക്കം ഉൾപ്പെടെ പല വിഷയങ്ങളിലും മുൻകാലങ്ങളിലും ഇവർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുമാണ് വിവരം. ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെല്ലായി പോങ്കോത്രയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ പോങ്കോത്ര റെയിൽവേ ഗേറ്റിന് സമീപത്ത് വച്ചായിരുന്നു അപകടം. ആനന്ദപുരത്ത് നിന്നും നെല്ലായിലേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം തെറ്റി ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത്. 2 യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കാർ ഇലക്ട്രിക് പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് കാർ പുറത്തെടുത്തത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കൂടി ഗ്രാമിന് 9,180 രൂപ, പവന് 73,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8 തവണ ടച്ചിംഗ് വാങ്ങി 9ാം തവണ നൽകിയില്ല. പുതുക്കാട് ബാറിൽ ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ബസിന്റെ ചക്രം കാലിൽ കയറിയിറങ്ങി വയോധികയ്ക്ക് പരിക്കേറ്റു. മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കടലാശ്ശേരി പാലക്കടവ് പാലത്തിന് സമീപത്താണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാട്ടൂരിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. തൃശൂർ ചേലക്കരയിൽ ഇരട്ട സഹോദരന്മാരായ പോലീസുകാർ തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ ചേലക്കര പോലീസ് കേസെടുത്തു.
നെല്ലായി പൊങ്കോത്രയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.